ഇപ്പോൾ വളരെയധികം ചൂട് കൂടി വരികയാണ്. ഗവൺമെന്റ് തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരെടുത്ത് കഴിവതും ഉച്ച സമയത്ത് വെളിയിൽ ഇറങ്ങരുത്, സമയം ക്രമീകരിക്കുക, ഒക്കെങ്കിൽ കുറച്ച് നേരത്തെ, പ്രത്യേകിച്ച് പുറംപണി ചെയ്യുന്നവർ നേരത്തെ പണി തുടങ്ങുക, ഉച്ചയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ വെയിലൊന്ന് താന്നിട്ട് ജോലി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. വളരെ ശരിയാണ്. ഇപ്പോൾ ഒരുപാട് ചൂട് കൂടി വരുമ്പോൾ ശാരീരികമായിട്ട് മാത്രമല്ല കണ്ണുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ട് വന്ന കണ്ണിന് വരൾച്ച, കണ്ണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരുമാൻ തോന്നുക, കണ്ണിൽ അലർജി വരിക, ചെങ്കണ്ണ് വരിക, കൺകുരു വരിക, ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ് വേനൽക്കാലത്ത്. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചോദ്യം വരും, എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് ഇത്രയധികം കണ്ണിന് അലർജി വരുന്നത്, കണ്ണിൽ കുരു വരുന്നത്, ചെങ്കണ്ണ് വരുന്നത് എന്നുള്ളത്. സ്വാഭാവികം നോക്കട്ടെ, നമ്മൾ ഒരുപാട് വേർക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ കണ്ണ് തുടയ്ക്കുന്നു, മുഖം തുടയ്ക്കുന്നു. ചിലപ്പോൾ അത് നല്ല തൂവാല ആവത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ അഴുക്കുള്ള കൈകൾ കൊണ്ടാണ് നമ്മുടെ കണ്ണിലോട്ട് തുടയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളും അതുപോലെ ബാക്ടീരിയ, ഫംഗസ്, ഇതൊക്കെ തന്നെ നമ്മുടെ കയ്യിലാകി അത് കണ്ണിലോട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ അത് കണ്ണിലോട്ട് വരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാർക്കോ വീട്ടിലോ ആർക്കെങ്കിലും ചെങ്കണ്ണുണ്ടെങ്കിൽ ആ ചെങ്കണ്ണുള്ള വ്യക്തിയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരിൽ ഈ ബാക്ടീരിയ കാണും. അപ്പോൾ അവർ കണ്ണിടയ്ക്ക് തിരുമിട്ട് എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ ചെങ്കണ്ണിന്റെ അണുബാധ ഉണ്ടാവുകയും നമ്മൾ അറിയാതെ അവിടെ തൊട്ട് പിന്നെ നമ്മുടെ കണ്ണിലോട്ട് തിരുമുമ്പോഴാണ് ഈ ചെങ്കണ്ണ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് പകരുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ചെങ്കണ്ണുള്ള വ്യക്തി ഇടയ്ക്ക് കണ്ണ് തിരുമുന്നത് കൊണ്ടും അതല്ല വീട്ടിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ കണ്ണ് തൊടുന്നത് കൊണ്ടുമാണ് ചെങ്കണ്ണ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രമിച്ചെന്നറിയാം, ഞാൻ തൊടുമ്പോൾ ഞാൻ ഇങ്ങനെ വെളിയിൽ നിന്ന് മാത്രമേ കാണിച്ചു, കൈ തൊട്ടിട്ടില്ല കണ്ണിലോട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ചെങ്കണ്ണ് രോഗികളെ ഒരു ദിവസം കാണുന്നത് കൊണ്ട് എനിക്കും ചെങ്കണ്ണ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അന്ന് PG ചെയ്യുന്ന ആ സമയം തൊട്ട് തന്നെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് തന്നെ കഴിവതും ഞാൻ എൻ്റെ കൈ വെച്ച് എൻ്റെ കണ്ണ് തൊടാറില്ല. രാവിലെ എണീക്കുമ്പോൾ നല്ലവണ്ണം കഴുകുന്നു, തണുത്ത വെള്ളം വെച്ച്. അതിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ മുഖം തുടയ്ക്കുകയോ കണ്ണ് കഴുകുകയോ ചെയ്യുന്നത്. നിരന്തരം കഴുകിക്കൊണ്ടിരിക്കുക, അതൊരു നിരന്തരം കണ്ണിൽ തൊടാതെയും ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വരുന്നത് നമുക്ക് അലർജിയാണ്. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് റോഡും പരിസരവും ഒക്കെ വളരെ ഡ്രൈ ആയതുകൊണ്ട് ഒരുപാട് പൊടിക്കാറ്റ് വരുന്നു. അപ്പൊ ഈ പൊടി നമ്മുടെ കണ്ണിലോട്ട് വീഴുമ്പോൾ അതുമൂലമുള്ള അലർജി വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ചിലപ്പോഴൊക്കെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ കണ്ണ് ചുമന്നിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ കണ്ണ് ചുമന്നിരിക്കുന്നതും ചെറിയ ചെറിയ കുരുക്കൾ പോലെ കണ്ണ് ഇരിക്കുന്നതും ഒക്കെ നമ്മൾ അന്തരീക്ഷത്തിലുള്ള മലിനീകരണം കൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരുപാട് വീടുകളിലോ ഉള്ള ചവറും എല്ലാം എടുത്ത് നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. അപ്പൊ ഈ പുകയും ഈ ചൂടും എല്ലാം കൂടെ കൊണ്ട് അലർജിയും നേത്രരോഗങ്ങളും ഒക്കെ വളരെ കൂടുതലായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കണ്ണിന് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കോമൺ ആയിട്ട് എന്തൊക്കെ തരം രോഗങ്ങളാണ് കണ്ണിനെ ബാധിക്കുക? നമ്മളിപ്പോൾ കണ്ണിന്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ചെങ്കണ്ണ് തന്നെ ആയിരിക്കും. ചെങ്കണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുവന്ന കണ്ണെന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുമന്ന കണ്ണുകൾ വരാനായിട്ട് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് അണുബാധ, നമ്മൾ പറഞ്ഞ പോലെ ചെങ്കണ്ണായിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് മൂലമുള്ള അണുബാധ മൂലം നമുക്ക് കണ്ണിൽ ചുവപ്പ് നിറം വരാം. രണ്ടാമത് ഇൻഫ്ലമേഷൻ, അതായത് കണ്ണിന് ഇൻഫെക്ഷൻ അല്ല, അത് വിങ്ങൽ ഉണ്ടാകുന്നു. അത് കണ്ടത് പൊടി പോയാൽ കണ്ണിലെ വിങ്ങൽ ഉണ്ടാകാം. കണ്ണിന്റെ അകത്തുള്ള ഇൻഫ്ലമേഷനായി യുവൈറ്റിസ് പോലത്തുള്ള അസുഖങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ വിങ്ങൽ ഉണ്ടാകാം. അതിൽ കണ്ടാത്ത ക്രമാതീതമായി പ്രഷർ കൂടിയാലും കണ്ണിൻ്റെ അകത്ത് ചുവപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെ കണ്ടൊരു ചുവപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലരെങ്കിലും അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കണ്ണിൽ ചുവപ്പുണ്ട് ഏതെങ്കിലും ഒരു മരുന്ന് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്വയം ചികിത്സ ചെയ്യാറുണ്ട്. അത് നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം കണ്ണിന്റെ ചുവപ്പ് എന്ന് പറഞ്ഞ ലക്ഷണം മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് ആ ചുവപ്പ് വന്നത്? ചിലർക്ക് ശരീരത്തിലെ BP, ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് പെട്ടെന്ന് ക്രമാതീതമായി BP കൂടിയാൽ കണ്ണിന്റെ വെളിയിൽ ചെറിയൊരു രക്തസ്രാവം വരികയും അത് ചുവപ്പായിട്ട് വരാം. അപ്പോൾ ചിലപ്പോൾ ഇത് ഭാവിയിൽ വരാൻ പോകുന്ന പക്ഷാഘാതത്തിന്, ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം വരെ ആകാം ഈ ചെറിയൊരു ചുവപ്പ് കണ്ണിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് നമ്മളെ എപ്പോഴും എഴുതിത്തള്ളുന്ന ചെങ്കണ്ണാണെങ്കിൽ പോലും, ചുമന്ന കണ്ണുകളാണെങ്കിൽ പോലും നമ്മളൊരു നേത്ര വിദഗ്ധനെ കാണിച്ച് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു ഊപ്പിലൊരു കുട്ടി വന്നു, ഇടയ്ക്കിടയ്ക്ക് ചുവപ്പ് വരുന്നു. പുള്ളിക്കാരൻ തന്നെത്താൻ ചികിത്സ കണ്ടുപിടിച്ചു, തുപ്പൽ വെച്ച് കണ്ണിൻ്റെ അകത്ത് കൊടുക്കുക അല്ലെങ്കിൽ തണുപ്പ് കൊടുക്കുക. ഇതാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നിരന്തരം അലർജിയായിരുന്നു, നിരന്തരം കണ്ണ് തിരുമിക്കൊണ്ടിരുന്നത് കൊണ്ട് കണ്ണിന്റെ പവറിൽ വരെ അസ്റ്റിഗ്മാറ്റിസം, കെറട്ടോകോൺസുള്ള അസുഖം വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് നാളുള്ള ചികിത്സയാണെങ്കിൽ, കുറച്ച് നാളുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിർബന്ധമായും നേത്ര വിദഗ്ധനെ കാണിച്ച് വളരെ എളുപ്പത്തിലുള്ള ചികിത്സ നമുക്ക് ചെയ്യാറുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴിയാൽ മാത്രം മതി, കുറച്ച് തണുപ്പ് കൊടുത്താൽ മതി, വളരെ മൈൽഡായിട്ട് അലർജി ഉണ്ടെങ്കിൽ. പക്ഷെ അത് ഡോക്ടറിനെ കണ്ട് അലർജി തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. ഒന്ന് ഈ പറഞ്ഞ കണ്ണിന്റെ ചുവപ്പ്, പിന്നെ സർവ്വസാധാരണമായ ആൾക്കാർ നേത്ര വിദഗ്ധനെ സമീപിക്കുന്ന കണ്ണിന്റെ കണ്ണടകൾക്ക് ആവശ്യമുള്ള
രോഗങ്ങൾക്കാണ് അതിന് മൊത്തത്തിൽ നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയും. കണ്ണടകൾ കൊണ്ട് പരിഹരിക്കാവുന്ന അവസ്ഥയ്ക്കാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്നത്. അത് ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്, ആസ്റ്റിഗ്മാറ്റിസം എന്നുള്ള 3 വിധത്തിലാക്കുന്നു. ലോങ് സൈറ്റ് ഉള്ളവർക്ക് പ്ലസ് പവർ കണ്ണടകൾ വെക്കേണ്ടി വരുന്നു. ലോങ് സൈറ്റ് ഉള്ളവർക്ക് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ ഒക്കുമെങ്കിലും അടുത്തോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്ലസ് പവർ വെച്ചാണ് കറക്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ ഉള്ളവർക്ക് അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ ഒക്കും, സമയം ദൂരെയുള്ള കാര്യങ്ങൾക്ക് മങ്ങൽ വരുന്നു. അതിന് മൈനസ് പവറുള്ള ലെൻസുകൾ ഉപയോഗിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യുന്നു. ഇത് കൂടാതെ മൂന്നാമതൊരവസ്ഥയ്ക്കാണ് അസ്റ്റിഗ്മാറ്റിസം. കണ്ണിന്റെ കൃഷ്ണമണിയുടെ വളവ്, നെറുകിനെയും കുറുകിനെയുള്ള വളവിന് വരുന്ന വ്യത്യാസത്തിനാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഇവർക്ക് ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും ചിലപ്പോൾ മങ്ങൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും കണ്ണടകളെ പറ്റി ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കണ്ണടകളെ പറ്റി ചോദിക്കുമ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത്, ഡോക്ടറെ എത്ര നാള് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് മകൾക്ക് ഈ കണ്ണടകൾ വെക്കേണ്ടി വരുമെന്ന് പലപ്പോഴും സ്വാഭാവികമായിട്ട് അമ്മമാരും അച്ഛന്മാരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പ്ലസ് പവർ ആണെങ്കിൽ, അതായത് ലോങ് സൈറ്റ് ആണെങ്കിൽ കണ്ണ് കുറച്ചുകൂടെ ചെറുതായി 0 പവറിനേക്കാളും കുറച്ച് ചെറുതായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ലോങ് സൈറ്റ് വരുന്നത്. അതുകൊണ്ട് കുട്ടി വലുതാകുമ്പോൾ, കണ്ണുകൾ വലുതാകുമ്പോൾ ഈ പവർ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ കണ്ണ് 0 പവറിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ടിരിക്കുന്നതും ഷോർട്ട് സൈറ്റ് വരുന്നത്. ഷോർട്ട് സൈറ്റുള്ള കുട്ടികൾക്ക് പൊക്കം വെച്ച് വരുമ്പോൾ കണ്ണ് വലുതാകുമ്പോൾ ഈ പവർ കൂടി വരാനുള്ള സാധ്യത. അതായത് കണ്ണട വെക്കുന്നതുകൊണ്ടല്ല കണ്ട പവർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, കുട്ടി വളരുന്നതനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. അസ്റ്റിഗ്മാറ്റിസം പവർ ആണെങ്കിൽ സാധാരണഗതിയിൽ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, അത് വളരെ വലിയ വ്യത്യാസങ്ങൾ വരില്ല. ചിലർക്ക് കൊള്ളാവുന്ന ഒരു സംശയം, ഇത് 3 കൂടാതെ വേറൊരു ബുദ്ധിമുട്ടും കൂടെ ആൾക്കാർക്ക് വരാൻ സാധ്യതയുള്ള കണ്ണട കൊണ്ട് പരിഹരിക്കാൻ ഒക്കുന്നത് പ്രസ് ബയോപ്പി അഥവാ വെള്ളെഴുത്ത്. വെള്ളെഴുത്ത് എന്ന് പറയുന്നത് നമുക്ക് 39-40 വയസ്സാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചൊന്ന് അകത്തി പിടിച്ചാലേ കാണാൻ ഒക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എല്ലാവരും വായിക്കുന്ന മൊബൈലിലായിരിക്കാം, വാട്സാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫോൺ സൈസ് ഒന്ന് വളരെ കൂട്ടി വെക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ അകത്തി പിടിക്കേണ്ടി വരും. അപ്പൊ ചിലരൊക്കെ അതങ്ങനെ വരുമ്പോൾ ഈ ഡോക്ടറെ കണ്ടാൽ കണ്ണടകൾ വെക്കേണ്ടി വരും, പിന്നെ പവർ കൂടി പോകും കണ്ണടി വെച്ചു തുടങ്ങിയാൽ എന്നുള്ള തെറ്റിദ്ധാരണയിൽ പലപ്പോഴും ഡോക്ടറെ കാണിക്കാറില്ല. ഇത് നമ്മൾ പറഞ്ഞതുപോലെ കണ്ണിന്റെ പവർ കൂടി വരുന്നത് കണ്ണടകൾ വെക്കുന്നതുകൊണ്ടല്ല. നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു 39-40 വയസ്സാകുമ്പോൾ 1 ഡിഗ്രി പവറാണ്, 1 ഡയോപ്റ്റർ പവറാണ് വേണ്ടതെങ്കിൽ നമുക്ക് അത് 40-45 ആകുമ്പോൾ 1.5 ആകുന്നു, 50 ആകുമ്പോൾ 2 ആകുന്നു, ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ +3 വരെ നമുക്ക് കൂടുതൽ പവർ വേണ്ടി വരും. അങ്ങനെ പ്രായത്തിനനുസരിച്ച് കൂടുന്നതനുസരിച്ചാണ് ഈ പവർ ഈ വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയിൽ കൂടി വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്? കാര്യം നമ്മൾ കണ്ണട വെച്ച് കഴിയുമ്പോൾ തെളിഞ്ഞ കാഴ്ച എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് ആ തെളിഞ്ഞ കാഴ്ച കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ണടകൾ വെക്കുകയും അത് കണ്ണടകളുടെ പവർ, അതായത് കണ്ട പവർ കുറയുമ്പോൾ നമുക്ക് തെളിച്ചം കുറച്ച് കുറഞ്ഞിടും, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പവർ കൂടുതലായിട്ട് വെക്കുന്നത്. അത് കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ടല്ല പവർ കൂടുന്നത്, നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും വരുന്ന പോലെ പ്രായത്തിൻ്റെതായിട്ടുള്ളതും നമ്മുടെ കണ്ണുകളുടെ വ്യത്യാസം വരുന്നതനുസരിച്ചുള്ള പവർ ചേഞ്ചാണ് ഇത് വരുന്നത്. ചിലരെങ്കിലും കണ്ണടകൾ 40 വയസ്സാകുമ്പോൾ ഇനി അത് വെച്ച് കഴിഞ്ഞാൽ വെള്ളെഴുത്തായി, ആൾക്കാർക്കൊക്കെ എൻ്റെ പ്രായം അറിയാനൊക്കും എന്നും പറഞ്ഞ് വെക്കാതിരിക്കാറുണ്ട്. അവർക്ക് ചില അവസരങ്ങൾ ഒരുപാട് വായന, കമ്പ്യൂട്ടർ, മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അസഹ്യമായ തലവേദന കാരണം CT സ്കാൻ വരെ ചെയ്ത ആൾക്കാരുണ്ട്. കണ്ണടകൾ വെക്കുന്നതിന് പകരം തലവേദനക്കുള്ള കാരണം നോക്കി CT സ്കാൻ വരെ ചെയ്തിട്ടാണ് ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് വരുന്നത്. എന്നാൽ പിന്നെ കണ്ണാടിയും കൂടെ പരിശ്രമിക്കാന്നുള്ള രീതിയിൽ അത് നല്ലൊരു പ്രവണതയല്ല. നമുക്ക് കണ്ണടകൾ വെക്കുന്നത് വെള്ളെഴുത്തിന്റെ കണ്ണാന്ന് ഇപ്പൊ അറിയാൻ വലിയ പ്രയാസമാണ്. കാര്യം വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രസീവ് ലെൻസസ് ഉണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഓക്ലിയോ, റേബാനോ അതുപോലത്തെ ഉള്ള ഈവൻ സൺഗ്ലാസിൽ പോലും നമുക്ക് ഇതുപോലത്തുള്ള പവർ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വായനയ്ക്കുള്ള കണ്ണാടിയാണോ അതോ ഒരു ഫാഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണോ എന്നുപോലും നമുക്ക് തിരിച്ചറിയാൻ ഒക്കാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കണ്ണടകൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കണ്ണട വെക്കുന്നത് മുഖത്തിന് ഒരു അഭംഗിയാവും അല്ലെങ്കിൽ എൻ്റെ പ്രായം ആൾക്കാർ അറിയുമെന്ന് പറഞ്ഞ് വിചാരിച്ച് വെക്കാതിരിക്കേണ്ട. ഇപ്പോൾ എല്ലാവരും നോക്കിയാൽ സിനിമയിലൊക്കെ ഇപ്പോൾ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കണ്ണടകൾ. അത് പവർ ഉള്ളവരും വെക്കുന്നുണ്ട്, പവർ ഇല്ലാത്തവരും വെക്കുന്നുണ്ട്. ആ രീതിയിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കണ്ണടകൾ സ്വീകാര്യമായിട്ട് വരും. ചെങ്കണ്ണ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടില്ലാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും. അപ്പോൾ നമ്മൾ ചെങ്കണ്ണ എന്ന് പറയുന്ന കണ്ണിൻ്റെ അകത്തുള്ള അണുബാധയ്ക്കാണ് ചെങ്കണ്ണ് സാധാരണയായി പറയുന്നത്. അണുബാധ കൂടാതെ അലർജി ഉണ്ടെങ്കിലും നമുക്ക് ചെങ്കണ്ണ് വരാം. അപ്പോൾ ചെങ്കണ്ണുള്ളൊരു വ്യക്തി, അതായത് കണ്ണുകൾ ചുവന്നിരിക്കുന്ന ഒരു വ്യക്തി ആദ്യമായി ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ നമ്മൾ ആദ്യം നിർണ്ണയിക്കുന്നത് അത് ഇൻഫെക്ഷൻ ആണോ, അതായത് പകർച്ചവ്യാധിയാണ്, ഒരാളിൽ നിന്ന് മറ്റാൾക്ക് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ചെങ്കണ്ണാണോ, അതോ അലർജി മൂലമുണ്ടായ ഇപ്പൊ നമുക്ക് സാധാരണ അരിമാവ്, ഗോതമ്പ് മാവ്, പട്ടി, പൂച്ച, പൂമ്പൊടി, വീട്ടിലുള്ള പാറ്റയുടെ അവശിഷ്ടങ്ങൾ, പൊടി,
ഇതിനൊക്കെയാണ് അലർജി വരുന്നത്. അപ്പോൾ അലർജി ആണോ ഇൻഫെക്ഷൻ ആണോ നമ്മൾ രണ്ട് നോക്കുന്നു. അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ അടുത്ത് പറയുന്നു നമുക്ക് ചെങ്കണ്ണുണ്ട്, അത് നിങ്ങളിൽ നിന്ന് വേറെ ആൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലും കൂടി നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആന്റിബയോട്ടിക് ഡ്രോപ്പുകൾ കൊടുക്കുന്നു. അത് സാധാരണഗതിയിൽ ആദ്യത്തെ ദിവസം നമ്മൾ 2 മണിക്കൂർ ഇടവിട്ടോ 3 മണിക്കൂർ ഇട്ടോ കൊടുത്തിട്ട് പിന്നെ ക്രമേണ അത് കുറച്ച് കൊണ്ടുവന്ന് ആന്റിബയോട്ടിക് അതിന്റെ ഫുൾ കോഴ്സ് നമ്മൾ ഉപയോഗിക്കണം. ചിലർ 2 ദിവസം ഉപയോഗിച്ച അസുഖം കുറഞ്ഞത് നിർത്തിക്കളയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരും. അതായത് പിന്നെ ഈ അണു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചാൽ പോലും അത് എഫക്റ്റീവായിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം ആ ഒരു ഫുൾ കോഴ്സ് നമ്മൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്യണം. യൂസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന മുൻകരുതൽ ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ കൈവച്ച് കണ്ണിൽ തൊട്ടാൽ, ചെങ്ങൊരു വ്യക്തി കൈവച്ച് കണ്ണിൽ തൊട്ടാൽ ഉടനെ കൈ സോപ്പ് വെച്ച് കഴുകുക. കഴിവതും കണ്ണിൽ തൊട്ട് മറ്റുള്ള സ്ഥലങ്ങൾ തൊടാതിരിക്കുക. അതിന് ഉപയോഗിക്കുന്ന കർച്ചീഫോ തുണിയോ ആണെങ്കിൽ അത് ശുദ്ധീകരിച്ച് വെക്കുക. വീട്ടിലുള്ള ബാക്കിയുള്ളവരും സ്വന്തം കണ്ണിലോട്ട് കൈവച്ച് തൊടാതിരിക്കാൻ ശ്രദ്ധിച്ചത് നല്ലതാണ്. അതിലൂടെ പലരും നമ്മൾ ചെയ്യാറുണ്ട്, കണ്ണിന്റെ മുമ്പിൽ ഒരു കണ്ണടകൾ വെക്കാറുണ്ട്. കണ്ണടകൾ വെച്ച് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് നമ്മൾ കയ്യിൽ വെച്ച് കണ്ണിൽ തൊടുന്നതിനുള്ള പ്രവണത നമുക്ക് കുറഞ്ഞു കിട്ടും. 1. 2, നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനും ആകും കണ്ണിന്റെ അകത്ത്. പിന്നെ ലൈറ്റ് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ ടിൻറ്റുള്ള കണ്ണടകളാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ ഇത് രണ്ടുമല്ല, അലർജിയുമല്ല ബാക്ടീരിയ ഇൻഫെക്ഷനും അല്ലാതെ നമുക്ക് കണ്ണിൽ ചുവപ്പ് വരാം. അത് നമുക്ക് ശരീരത്തെ BP കൂടിയാൽ കണ്ണിന്റെ വെളിയിൽ ബ്ലീഡിംഗ് ആയിട്ട് നമുക്ക് വരാം. ചിലപ്പോൾ കണ്ണ് തിരുമുമ്പോൾ കണ്ടാത്ത സബ് കഞ്ചൽ ഹെമറേജ് എന്ന രീതിയിൽ നമുക്ക് ചുവപ്പ് വരാം. അപൂർവമായ ഒരുപാട് കണ്ട പ്രഷർ കൂടിയാൽ നമുക്ക് കണ്ണിൽ ചുവപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണിന്റെ അകത്ത് വരുന്ന ഇൻഫ്ലമേഷൻ, വീക്കം, യുവിഐറ്റിസ് അതുപോലത്തെ അസുഖങ്ങൾ കണ്ണിൽ വരാം. അപ്പോൾ ചെങ്കണ്ണ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ ഒക്കുന്നതാണെങ്കിലും അത് മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമല്ല എന്ന് ഉറപ്പുവരുത്താൻ നേത്രവിദഗ്ധനെ കാണിച്ച് നേത്രവിദഗ്ധന്റെ മേൽനോട്ടത്തിൽ മാത്രം അത് ചികിത്സിക്കാം. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ, ചെങ്കണ്ണ് കൂടി എനിക്ക് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചിലർക്കെങ്കിലും ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ചെങ്കണ്ണ് വന്ന ഒരാഴ്ച കൊണ്ട് മാറും. പക്ഷെ ചെങ്കണ്ണിന്റെ കൂടെ വേദന, കാഴ്ചയ്ക്ക് മങ്ങല്, ലൈറ്റിലോട്ട് നോക്കാൻ ഗ്ലെയർ, ലൈറ്റ് ചിന്നിച്ചെതിരിയിരിക്കും, ഇതൊക്കെ രോഗലക്ഷണം വഷളാകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സയിലാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കുക. കണ്ണിൽ ഒരു കാരണവശാലും ചെങ്കണ്ണ് നമ്മൾ അധികമായ വേദന പ്രതീക്ഷിക്കുന്നതല്ല. വേദന വരണമെന്നുണ്ടെങ്കിൽ കണ്ണിൽ വീക്കമായ യുവിഐറ്റിസോ പ്രഷർ കൂടിയിട്ടുള്ള ഗ്ലോക്കോമയോ കണ്ണിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ നമുക്ക് വേദനയും കൂടെ വരുന്നത്. കണ്ണിൽ തട്ടലുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഡോക്ടറിനെ കാണുക. കാര്യം ചെങ്കണ്ണിന്റെ കൂടെ കൃഷ്ണമണി ചെറിയൊരു പോറിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് കോണിൽ അൾസർ, കൃഷ്ണമണിയുടെ വ്രണമായി മാറാനുള്ള സാധ്യത നമ്മൾ വളരെ സൂക്ഷിക്കണം. പിന്നെ നമ്മളൊരു കാര്യം കൂടി ചെക്ക് ചെയ്യേണ്ടത്, നിരന്തരം നമുക്ക് ചെങ്കണ്ണൊക്കെ വരുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ഒരുപാട് പേർക്ക് ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് പോലും. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് 30 വയസ്സായുള്ളൂ അല്ലെങ്കിൽ 40 വയസ്സായുള്ളൂ, എനിക്കിപ്പോഴൊന്നും വരത്തില്ലാണ്ട് ഞാൻ ബ്ലഡ് നോക്കണം. അങ്ങനല്ല. നമ്മൾ നിരന്തരമായി കൺകുരുവോ ചെങ്കണ്ണോ ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ അടുത്തൊരു ലാബിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഫാസ്റ്റിംഗ് ഷുഗറും ആഹാരം കഴിഞ്ഞ് 1.5 മണിക്കൂർ 2-3 ഗ്രാം ഷുഗറും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നേരത്തെ കണ്ട് ഞങ്ങളുടെ ചികിത്സ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെങ്കണ്ണ, കണ്ണിൽ ചുവപ്പുണ്ടെങ്കിൽ ആദ്യം ചെങ്കണ്ണ എന്നുള്ള സ്ഥിരീകരിക്കുക, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ള നോക്കുക, അതിന്റെ ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യുക. ചെയ്യുന്നതിൻ്റെ ഒപ്പം കുടുംബത്തിൽ വേറെ ആർക്കും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ പറഞ്ഞ ഫുൾ കോഴ്സ് ഒരാഴ്ച ഡോക്ടർ പറഞ്ഞെങ്കിൽ ആ ഒരാഴ്ചയും മരുന്ന് ഉപയോഗിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെങ്കണ്ണ് മോശമായിട്ട് തോന്നുന്നു, കാഴ്ചയ്ക്ക് മങ്ങലോ വേദനയോ ചുവപ്പോ ലൈറ്റ് നോക്കുമ്പോൾ ഗ്ലെയറോ തോന്നുകയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടർക്ക് ഒന്നുകൂടെ കാണിച്ച് അസുഖം മൂർച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ അസുഖത്തിന്റെ ഭാവം മാറുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. കാര്യം കുറച്ചുനാൾ ചെങ്കണ്ണ് ചികിത്സിച്ച് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും കൃഷ്ണമണിലോട്ട് അത് കടന്ന് വൈറൽ കെററ്റൈറ്റിസ്, അതായത് കൃഷ്ണമണിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കെററ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിലോട്ട് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ചെങ്കണ്ണ് ചികിത്സ തുടങ്ങിയാലും ഒന്ന് ഫോളോ അപ്പ് ഡോക്ടർ പറയുന്നതനുസരിച്ച് കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. നമുക്ക് എല്ലാം മനസ്സിലാക്കുന്ന ചോദ്യം, നമുക്ക് എത്ര നാൾ ലീവ് എടുക്കണമെന്നുള്ളത്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്ര ദിവസത്തേക്ക് ലീവ് കൊടുക്കണം എന്നുള്ളതാണ് സാധാരണ ചോദിക്കുന്നത്. സാധാരണ ഒരു ചെങ്കണ്ണ് തുടങ്ങിയിട്ട് തുള്ളിമരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഇൻഫെക്റ്റീവ് സ്റ്റേജ്, അതായത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാൾക്ക് പടാനുള്ള സാധ്യത ഒരുപാട് കുറയും. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് പോകുന്നതിന് കുഴപ്പമില്ല, മരുന്ന് കറക്റ്റായിട്ട് ഒഴിച്ച് ചെങ്കണ്ണ് കുറഞ്ഞു വരികയാണെങ്കിൽ. സാധാരണഗതിയിൽ ഒരാഴ്ച കൊണ്ട് അത് മാറണം. ചിലപ്പോൾ ഇപ്പം പക്ഷേ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത്, പലപ്പോഴും തന്നെത്താൻ ആൾക്കാർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു,
തന്നെത്താൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഡോസിലായിരിക്കില്ല ചെയ്യുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം അതങ്ങ് നിർത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ അണുക്കൾ പലപ്പോഴും ചില മരുന്നുകൾക്ക് റെസിസ്റ്റന്റ് ആയിട്ട്, അതായത് നമ്മൾ തുള്ളിമരുന്ന് ഒഴിച്ചാൽ പോലും ആന്റിബയോട്ടിക് ഒഴിച്ചാൽ പോലും അത് മാറണമെന്നില്ല. പ്രത്യേകിച്ച് നിരന്തരം വരികയോ അല്ലെങ്കിൽ തന്നെത്താൻ സ്വയം ചികിത്സ 2-3 പ്രാവശ്യം ആന്റിബയോട്ടിക് ഒഴിച്ചിട്ടുള്ളവർക്കാണ് ഇത് കാണാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 2-3 ദിവസത്തിനകത്ത് തിരിച്ച് ജോലിക്ക് പോകാൻ ഒക്കുമെന്നുള്ളതും ചുവപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് നമുക്ക് ഒരാഴ്ച വരെ പ്രതീക്ഷിക്കാം. പക്ഷെ 1-2 മാസം വരെ ഇരുന്ന കേസുകളുണ്ട്. കണ്ടാത്ത പ്രത്യേകിച്ച് കൃഷ്ണമണിലോട്ട് കുത്തുകൾ വീണിട്ട് 1 വർഷം വരെ ചികിത്സിക്കേണ്ടി വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ യൂത്തില് ഈ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പൊ അതിനായിട്ട് ഒരുപാട് കോസ്മെറ്റിക്സ് ഐറ്റംസ്, ഒരുപാട് മേക്കപ്സ് ഒക്കെ നമ്മൾ കണ്ണിൽ യൂസ് ചെയ്യാറുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കണ്ണിനെ നെഗറ്റീവായിട്ട് ബാധിക്കും? നമ്മൾ ഇപ്പോൾ പൊതുവെ കണ്ണിന്റെ കോസ്മെറ്റിക്സിൽ മാത്രമല്ല, ഇപ്പോൾ അല്ലാതുള്ള ഗുളികൾ, വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് ഓൺലൈൻ ഷോപ്സ് ഉണ്ട്. അപ്പോൾ പലതും പല വാഗ്ദാനങ്ങളാണ് പറയുന്നത്. ഇപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അതുപോലുള്ള, അതായത് സൗന്ദര്യവർദ്ധനത്തിനുള്ള ക്രീമുകൾ, വെളുക്കാനായിട്ടുള്ള ക്രീമുകൾ, ഇതിലൊക്കെ പലപ്പോഴും ഹെവി മെറ്റൽസും സ്റ്റിറോയിഡും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായും നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓൺലൈനാണ് വാങ്ങിക്കുന്നത്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ. വില കുറച്ച് കുറവാണെന്നോ അല്ലെങ്കിൽ നമ്മൾ വേറെ കൂട്ടുകാരും റെക്കമെൻഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയെന്നോ പറഞ്ഞ് നമ്മൾ റിവ്യൂസ് കണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം പറ്റുന്നത് ഈ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകളാകാം. സ്കിന്നിൽ കൂടെ അത് അബ്സോർബ് ചെയ്തിട്ട് കണ്ണിന്റെ വരെ പ്രഷറും കാറ്ററാക്റ്റും വന്നിട്ടുള്ള പേഷ്യൻസ് എനിക്ക് തന്നെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഈ സൗന്ദര്യവർദ്ധന കാര്യങ്ങളും ബാക്കിയൊന്നും ഉപയോഗിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല കമ്പനികളിൽ നിന്നാണെന്നുള്ളതാണ്. ഇപ്പോൾ മെഡിസിൻസ് പോലും നമ്മളിപ്പോൾ കൗണ്ടർഫീറ്റ് മെഡിസിൻസ്, അതായത് ഗുളികളുടെ പോലും വ്യാജന്മാർ ഇറങ്ങുന്നുണ്ട്, ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടായിട്ട് പോലും. അതുകൊണ്ട് അതുപോലെ തന്നെ കോസ്മെറ്റിക്സും അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്, ഫേക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് റെപ്യൂട്ടഡ് കമ്പനിയുടെ മരുന്നുകൾ, കോസ്മെറ്റിക്സ് ഒരു റെപ്യൂട്ട് ആയിട്ടുള്ള വിശ്വാസമുള്ള ഒരു സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ കടകളിൽ നിന്ന് അത് വാങ്ങിക്കാം. ഉപയോഗിക്കുന്നതിന് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഓത്തറ്റിക് ആണ്, കറക്റ്റ് ആയിട്ടുള്ള ആളെ പ്രൊഡക്റ്റ് ആണെന്നുള്ള മനസ്സിലാക്കുക. അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. കുപ്പി തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലേപനം തുറന്നു കഴിഞ്ഞാൽ പുറത്ത് തുറക്കുന്ന ഡേറ്റ് എഴുതുക. നമ്മൾ മിക്ക ലേപനങ്ങൾക്കും തുറന്നു കഴിഞ്ഞാൽ ഇത്ര നാൾ ഉപയോഗിക്കാമെന്ന് അതിൻ്റെ അകത്ത് എഴുതി കാണും. ഇപ്പോൾ കണ്ണിന്റെ തുള്ളിമരുന്നുകളാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഒരു 40 ദിവസം വരെയാണ് തുള്ളിമരുന്ന് ഉപയോഗിക്കാൻ ഒക്കുന്നത്. അപ്പോൾ നമ്മൾ ലൂബ്രിക്കൻ, കണ്ണ് കുടുമയ്ക്കുള്ള മരുന്നുകൾ നമ്മൾ ചിലപ്പോൾ ഒരു കുപ്പി വാങ്ങിച്ചാൽ ചിലപ്പോൾ അത് 5-6 മാസത്തേക്ക് തന്നെ നമ്മൾ അധികം ഉപയോഗിച്ചിൽ നിൽക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട 1.5 മാസം കഴിയുമ്പോൾ അത് ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയ കുപ്പി സ്റ്റാർട്ട് ചെയ്യണം. കാര്യം അതിൻ്റെ അകത്തുള്ള പ്രിസർവേറ്റീവ്സ് 1.5 മാസം വരെ അതിനെ അണുവിമുക്തമായി നിർത്തുകയുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുക, റെപ്യൂട്ടഡ് കമ്പനി ഉപയോഗിക്കുക, റെപ്യൂട്ടഡ് സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക, തുറന്നു കഴിഞ്ഞാൽ എത്ര നാൾ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കുക. ഇത് നമ്മുടെ മുഖത്തോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൈ നല്ലോണം സോപ്പും വെള്ളം വെച്ച് കഴുകിയിട്ട് ശുദ്ധീകരിച്ചിട്ട് മാത്രം നമ്മുടെ കൈ ഇടുക. പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലോ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് നമ്മളിപ്പം TV സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ പലരും ഉപയോഗിച്ച കോസ്മെറ്റിക്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ആവുമ്പോൾ, അല്ലെങ്കിൽ ബ്രഷോ ഐലൈനറോ ഒക്കെ വല്ലരും ഉപയോഗിച്ചതാണെങ്കിൽ അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഉപകരണങ്ങൾ, അത് കോട്ടൺ ബഡ് ആകാം, അല്ല ബാക്കിയുള്ള ഇത് ലൈനേഴ്സോ ബ്രഷോ ആണെങ്കിൽ കഴിവതും നമുക്ക് നമ്മുടെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ക്രോസ് ഇൻഫെക്ഷൻ, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഉള്ളത് കൊണ്ട് പറയുന്നത്, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ കണ്ട് കണ്ണിൻ്റെ അകത്ത്, കണ്ണിൻ്റെ അകത്ത് വെക്കുന്ന ഗോൾഡ്, ഗ്ലിറ്റർ, അതുപോലത്തുള്ള കാര്യങ്ങൾ, സർജറി ചെയ്ത് കണ്ടകത്തോട്ട് വെക്കുന്ന കണ്ണിന്റെ നിറം മാറ്റുന്ന ശസ്ത്രക്രിയ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഈ കേൾക്കാൻ കൊള്ളാമെങ്കിൽ വളരെ ശ്രദ്ധിച്ചും മാത്രം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്.